Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്ന് എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് അഡോണിസിന് ഒന്ന് പെണ്ണായിട്ട് ഒരുക്കാൻ പോവാം കേട്ടോ. ഇത് സത്യത്തിൽ എൻ്റെ ആഗ്രഹമാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് എൻ്റെ ആഗ്രഹമേ അല്ല. അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മുത്ത എനിക്കൊന്ന് പൊട്ടൊക്കെ തൊട്ട് എന്നെയൊക്കെ ഒന്ന് പെണ്ണാക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ്മാ ഒരു ഫണ്ണിന് അവനും കുറച്ച് ആകുമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ആളിതേ ഒരു ഗ്രീൻ കളർ എൻ്റെ ഒരു ഷോളൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ പാവല്ലേടാ വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പെണ്ണാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സാധാരണ നമ്മൾ പെൺപിള്ളേർ ഈ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മമാരുടെ സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ടെൻഡൻസി ആണല്ലോ. ഇത് പക്ഷെ വെറുതെ അവൻ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചത്. കാരണം ഞാൻ ഇങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കുമ്പോൾ അവൻ പൊത്തിച്ചിരിക്കും, അയ്യോ മുത്ത് സാരി എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതേ അവനെ ഒന്ന് ചുറ്റിച്ച് കാണിക്കാം. അതിൻ്റെ ബുദ്ധിമുട്ട് എന്തോരം ഉണ്ടെന്ന് പുള്ളിക്കാരനും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ അല്ലേ. പാവം ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട്. നമുക്കേ ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് തന്നെ മതിയില്ല ബ്ലൗസ്. ഇത് തന്നെ മതി. നമ്മളിപ്പോ ചെയ്യാൻ പോവാണ് ഗൈസ്. പുതിയതായിട്ടാണ്, ഒത്തിരി നേരം എടുക്കത്തില്ല, കുറച്ച് ഓക്കെ. ഇനി നമുക്ക് ഈ സാരി ഉടുക്കാം അല്ലേ അഡോണിസ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാൻ പോകാം. ഓക്കെ ശരി, സാരി ഉടുക്കാം. സാരി ഉടുക്കാം. എടാ നീ വലുതാകുമ്പോ ചെക്കനാട്ടോ. ഇതിപ്പോ നമ്മളൊരു ഫണ്ണിന് വേണ്ടി ചെയ്യുവാട്ടോ. ഇത് ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഒരുത്തൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാ. തിരിഞ്ഞു നിൽക്ക്. എന്ത് കോലം കെട്ടാനും എന്റെ കൂടെ റെഡിയാണ് ആള് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സംശയങ്ങളാട്ടോ. മുത്ത് സാരി ഉടുക്കുമ്പോ എന്താ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ, ഇതിന്റെ ഇവിടെ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സംശയങ്ങളൊക്കെ കേട്ടോ. ആളതിനിടയ്ക്കെല്ലാം ഭയങ്കര സംസാരമാണ്. നിങ്ങൾ റെഡി ആണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യത്തിൽ എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു. അവൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ എന്നോട് പറയാം, സേഫ്റ്റി പിൻ വെച്ച് തന്നെ കുത്തല്ലേ മുത്തേ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അത് ഷോള് വെറുതെ ഇട്ട് കൊടുക്കാന്നാ വിചാരിച്ചത്. അപ്പൊ അവനത് കുത്തി കൊടുക്കണം. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് കുത്തി കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ബാക്കി പൊട്ടൊക്കെ തൊടണ്ടേ. സത്യത്തിൽ കണ്ണൊക്കെ എഴുതേണ്ടതാണ്. പിന്നെ അത് ബോയല്ലേ, അവനത് കളയാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ. നമ്മൾ ഒത്തിരി ഇട്ട് കണ്ണ് തിരുമുന്നൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ തൊട്ട് കൊടുത്തുള്ളൂ. പിന്നെ അവന് വൈറ്റ് ഹെയർ വേണ്ട അത്രേ, ബ്ലാക്ക് കളറ് വെച്ചിട്ട് കെട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ല, നമുക്ക് വൈറ്റിൽ ഇത് വെച്ചിട്ട് കുളി കഴിഞ്ഞ പെണ്ണായ പോരെ. അപ്പോൾ പറഞ്ഞു ഓക്കെ അന്ന് അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിതേ ആൾക്ക് ഒരു ബ്ലാക്ക് കളർ ഐടെക്സിന്റെ ഫുഡ് ഞാൻ തൊട്ട് കൊടുത്തു. അപ്പൊ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇളക്കി മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് അത് തൊട്ട് കൊടുത്തു. അതിന് അപ്പം അവൻ പറഞ്ഞു, മുത്തേ എനിക്ക് ചുണ്ടിൽ ഒത്തിരി ലിപ്സ്റ്റിക് ഒന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, കുറച്ചേ എടുത്തുള്ളൂ. അപ്പം അവൻ്റെ വിചാരം നമ്മൾ വാ തുറക്കണം ലിപ്സ്റ്റിക് ഇടുന്ന. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന ടൈമിലെല്ലാം ഫുള്ള് വാ തുറന്ന് നിൽക്കും. അപ്പം ഞാൻ കുറേ വട്ടം പറഞ്ഞു, മോനു വാ അടിച്ച് വെക്ക്, വായ്ക്ക് അകത്തല്ലല്ലോ ലിപ്സ്റ്റിക്ക് തേക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പൊട്ടൊക്കെ തൊട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞെട്ടിപ്പോയി ആള് കണ്ടോ. അങ്ങനെ ഇവനുള്ളത് കൊണ്ട് എൻ്റെ സമയം പോകുന്നത് ഞാൻ അറിയാമല്ലോ. ഉച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണി ആയിരിക്കും. ഇവൻ്റെ കൂടെ ഉള്ള മൊമെൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര മെറിയാന്ന് മാത്രമേ ഉള്ളൂ, വഴക്കാളിയാണ് കേട്ടോ. കണ്ടോ വായ തുറന്നു വെച്ചേക്കാം, വായുടെ അകത്ത് ലിപ്സ്റ്റിക്ക് തേക്കണം എന്നാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് ബ്ലഷും കൂടി ഇട്ടേ, കുറച്ച് ചുമന്ന് തൊടുത്ത ഒരു ചേച്ചി ആവാം, നമുക്ക് സുന്ദരി ആവാം, കവിളത്തൊക്കെ കുറച്ച് റോസ് കളർ ഇടട്ടെ ചോദിച്ചപ്പോൾ ഇട്ടോ നല്ല രസമുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ചിരി വരുവാണോ നാണം വരുവാണോ എന്തൊക്കെയാണോ അവനിങ്ങനെ ഹായ് എന്നൊക്കെ പറയാം കേട്ടോ. മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. സത്യത്തിൽ അത് ഇട്ടപ്പോൾ ബ്ലഷൊക്കെ ഇട്ടപ്പോൾ എന്തൊരു ക്യൂട്ടാ മുഖമൊക്കെ കാണാൻ. അവൻ്റെ കണ്ണാണെങ്കിൽ
കാണണമെങ്കിൽ നല്ല ഭംഗിയാണ്. അത് എത്രയും ഫോണിൽ അറിയാമെന്ന് എനിക്കറിയില്ല. അവന് നല്ല കൺപീലിയുണ്ട്, മസ്കാര ഇട്ട പോലെ നല്ല കൺപീലി കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെറിയ വിങ് ലൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണ് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവനെ പിടിച്ച് കടത്തി ഉറക്കേണ്ടി വരും. അപ്പം ചെറിയ രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തേച്ച് കൊടുത്തുള്ളൂ. പിന്നെ അതെ ചെറിയൊരു കോമ്പാക്ട് പൗഡറിലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ഞാൻ ഒന്ന് കുറി തൊട്ടു. അല്ലാതെ മുഖത്തൊന്നും ചെയ്തില്ല, കാരണം കൊച്ചു കുട്ടിയല്ലേ. ഇത് നമ്മൾ വെറുതെ ഒരു ഫണ്ണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ, കണ്ടു നോക്കണേ. ഇനിയാണ് രമണ നമ്മൾ കാണേണ്ടത്. അന്യായ പോസിങ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നത്, നിനക്കത് കണ്ടിട്ട് ചിരി വരുന്നുണ്ടോ അതോ സന്തോഷം? മുത്തേ എന്നെ അപ്പുറത്തോട്ടൊന്നും വിടതേ, എനിക്ക് അമ്മയൊന്ന് കൊണ്ട് കാണിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നിൽക്കുമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് സൈഡിൽ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. അവൻ തലയിൽ കൈയൊക്കെ വെച്ചിട്ട് അശ്ശോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോസ് ചെയ്ത് തന്നതാ കേട്ടോ എൻ്റെ അമ്മ. എന്തായാലും ഞാൻ കുറേ ചിരിച്ചു കേട്ടോ ആളുടെ ഒപ്പം കുറച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ചുമ്മാ ഒരു ഫണ്ണിന് ചെയ്താ കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ഫ്രം ക്രേസി വൈബ്സ്. ബൈ, ടേക്ക് കെയർ, ലവ് യു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോഴേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.